ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പറത്തി പരസ്യ ചിത്രീകരണം. ശ്രീകോവിലിന് മുകളിൽ നിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. ഗുരുവായൂരിലെ ലൈലാക്ക് ഹോട്ടലിന്റെ പരസ്യത്തിനു വേണ്ടിയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ പറത്തുന്നതിന് കർശന നിരോധനമുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നടപ്പന്തലിലെ റീൽസ് ചിത്രീകരണത്തിലടക്കം കോടതി പലവട്ടം നടപടിയെടുത്തതാണ്, കർശന നിർദ്ദേശങ്ങൾ നൽകിയതാണ്. ഇപ്പോൾ ഇതൊക്കെ കടന്ന് കൊടിമരവും കടന്ന് ശ്രീകോവിലിന് മുകളിലായി ഡ്രോൺ പറത്തൽ. ശ്രീകോവിലിന് മുകളിൽ ഡ്രോൺ പറത്തുന്നു എന്നത് നിസ്സാരമായ കാര്യമല്ല ഗോകുൽ. നമുക്കറിയാം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉള്ളത്. അതനുസരിച്ചാണ് വീഡിയോ ചിത്രീകരണത്തിന് പോലും, പുറത്തു നിന്നുള്ള വീഡിയോ ചിത്രീകരണത്തിന് പോലും കടുത്ത നിലപാട് അല്ലെങ്കിൽ കടുത്ത കർശനമായ നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഒരു ഹോട്ടലിന്റെ പരസ്യത്തിന് വേണ്ടി ഒരു ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. ഡ്രോൺ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. എന്തായാലും ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല, പരാതികളൊന്നും പോയിട്ടില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അധികൃതരും ഇത്തരത്തിലൊരു പരാതിയൊന്നും നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് അടക്കം ഈ വിഷയം, സ്പെഷ്യൽ ബ്രാഞ്ചിനടക്കം ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ, ശ്രീജിത്ത്, ഗുരുവായൂരിലെ റീൽസ് ചിത്രീകരണം അടക്കം പല വിഷയങ്ങളിലും മുമ്പ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായതാണ്. ഇപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഒരു പരിധി വിട്ട പറത്തലാണ് ഡ്രോണിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഏതായാലും കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.